വന്ന് കാണാൻ സാധിക്കുകയാണ്. ഇവിടെ ഈ ലൊക്കേഷനിലൊക്കെ ഇത് കൊച്ചി ടു ലക്ഷദ്വീപ് പോകുന്നൊരു പാസഞ്ചർ ഷിപ്പാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിനി ഇതിനെ എൻഡിലായിട്ട് എത്തിച്ചേരുന്ന സമയത്ത് നമുക്കവിടെ ഒരു ബോട്ട് കാണാൻ സാധിക്കും. ഒരു ചെറിയൊരു ബോട്ട്, ഒരു പാർക്കിലായിട്ട് ഒരു ചെറിയ പാർക്കുണ്ട്. തുറമുഖ നഗരമായിട്ട് ഉപയോഗിച്ചിരുന്നു. വാസ്കോഡി ഗാമ ഉൾപ്പെടെയുള്ള വിദേശികളൊക്കെ ഒരു സമയത്ത് ഒന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ പാട്ടൊക്കെ പാടാൻ താല്പര്യമുള്ള പാട്ടൊക്കെ പാടാവുന്നതാണ്. പാട്ട് പാടും. അച്ചു പോയി പാട്ട് പാടും. controlled by pitching portals. And there you can see in the top of the location there is a portal now. ഇതിന്റെ സൈഡിലായിട്ട് മറ്റൊരു ബിൽഡിംഗ് താജ് മലബാർ 5-star ഹോട്ടൽ. വിവിധ ഷിപ്പ് ചാനൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ബോയകളാണ് ഷിപ്പ് ചാനൽ ഇൻഡിക്കേറ്റേഴ്സ്. ഇവിടെ എതിർവശത്ത് നോക്കിയാൽ ഉപയോഗിച്ചിട്ട് സോളാർ സെൻസർ അതുപോലെ 1000 കിലോഗ്രാം ഭാരം വരുന്നവരോ 1 കിലോ ക്യൂബിക് ചങ്ങ. ഇനി നമ്മൾ എത്തിപ്പെടുന്ന അങ്ങനെ ഞങ്ങൾ മട്ടാഞ്ചേരി ഇറങ്ങി അവിടെ താമസിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഒരു പാട്ടിൻ്റെ വരിക പാട്ട് പാടാം. ഓക്കെ, ഈ സൈഡിലുണ്ട്. ഇതെല്ലാം ഡോൾഫിൻസ് പുറത്തോടൊന്നും ശ്രദ്ധിച്ചിരിക്കണമെന്ന് മാത്രമാണ്. മീഡിയയുടെ സമയമായി നമ്മൾ കൂടുതലായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ സൈഡിലായിട്ട് ഡോൾഫിൻസിന് തീരസംരക്ഷണ സേനകളുടെ ജോലിയാണ്. നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പോകുന്ന ലൊക്കേഷനിൽ ഗേൾസ് കൂടുതലായിട്ട് വരുന്ന ഏരിയയാണ്. കുട്ടികളൊക്കെ അവരുടെ കയർ കയറ്റുമതി കേന്ദ്രമായിരുന്ന ഒരു ലൊക്കേഷനാണ്. ഡച്ചുകാരും പോർച്ചുഗീസുകാരുടെ നിർമ്മിച്ചിട്ട് ഫുൾ വണ്ടികളും ആൾക്കാരുമാണ്. എല്ലാവരും കയറി നിൽക്കുകയാണ്. ഫോർട്ട് കൊച്ചിയാണ്. ഫോർട്ട് കൊച്ചി പൈപ്പിനെയും കണക്ട് ജങ്കാറിൻ്റെ ഒരറ്റം ആൾക്കാരൊക്കെ വണ്ടി ഇങ്ങോട്ട് എത്താൻ വേണ്ടി ചൈനീസ് ഫിഷിംഗ് നിർമ്മിച്ചതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കപ്പലുകൾ പോകുന്ന സമയത്ത് വേവ്സ്
പ്രത്യേകമായി പറയപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഇപ്പോഴും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും പോർച്ചുഗീസുകാരൊക്കെ നിർമ്മിച്ചിട്ടുള്ള വാട്ടർ മെട്രോയുടെ ഒരു സ്റ്റേഷനാണ്. അതുപോലെ ഇതിൻ്റെ ഒരു രീതി, ഈ മത്സ്യം പിടിക്കുന്ന ഒരു രീതിയാണ് ചീനമരങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. മല താഴ്ത്തിയിട്ടുണ്ട്. ഇതൊരു ബീച്ചാണ്. ഫോർട്ട് കൊച്ചി ബീച്ചാണ്. അറബിക്കടല് നേരെ കാണുന്നത് ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയിലെ കാണുന്നത്. ഇവിടെ വലിയ LNG ആണ്, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്. പ്രകൃതി വാതകം 1,55,000 കിലോമീറ്റർ കപ്പാസിറ്റി വരുന്ന 2 ടാങ്കുകളാണ്. കുറച്ച് ഇതിൽ കുറവാണ്. ഈ സൈഡ് വേവ് കുറവാണ്, ആ സൈഡ് വേവ് കൂടുതലാണ്. അങ്ങനെയാണ് അച്ചു പറഞ്ഞത്. സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഒരു സൈഡിൽ കടല്, ഒരു സൈഡിൽ കായല്. അതിൽ ഫുള്ള് കൊറ്റിയാണ്. കണ്ടെയ്നർ മറ്റേ സാധനം തൂക്കണത് ക്രെയിനാണ്, കണ്ടോ? ആ സാധനം ക്രെയിന്, ആ നടുവിലത്തെ സാധനം അങ്ങനെ വന്നിട്ട് കണ്ടെയ്നറിൻ്റെ ഹോളുണ്ടായിട്ട് സപ്പോർട്ട് ചെയ്യും. കുമാർ പാടിയുള്ള ഒരു പാട്ടാണ്. സപ്പോർട്ട് ചെയ്യാൻ കഴിയുക. ഫുള്ള് കണ്ടെയ്നറാണ്, ഫുൾ കണ്ടെയ്നർ. ലോറിയിൽ ഷിപ്പിലൊക്കെ വന്ന് ഇറങ്ങുന്ന
ബ്ലാക്ക് ഗ്ലാസ് കവേർഡ് ചെയ്തിരിക്കുന്നത് ഈ യാത്രയിൽ കണ്ടുമുട്ടാനും ഇതുപോലുള്ള യാത്രയുടെ ഭാഗമാകാൻ വീണ്ടും സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. ഇന്നത്തെ യാത്രയുടെ ഒരു ഫീഡ്ബാക്ക് സാറിനോട് നല്ലൊരു പരിപാടിയാണ്. ചേട്ടനെ കണ്ടപ്പോ ഇത്രയ്ക്ക് നല്ലൊരു പാട്ട് പാടുന്ന ആളാന്ന് അറിയത്തില്ല. നല്ല പാട്ട്. ചേച്ചിയും തുടങ്ങും. അവര് കൂടുതൽ ഗൈസ് ഞങ്ങളങ്ങനെ ബോട്ട് യാത്ര അടിപൊളിയായിരുന്നു. ബോട്ട് യാത്ര കഴിഞ്ഞു. എന്താ പറയാനുള്ള ബോട്ട് യാത്രേനെ പറ്റി? ഇഷ്ടമായോ? പറയൂ, ഇഷ്ടമായോ? ഞാൻ കൊണ്ടുവന്ന ബോട്ട് യാത്ര എന്താ പറയാനുള്ളത്? ബോട്ട് യാത്രേനെ പറ്റി എന്താ പറയാനുള്ളത്? അടിപൊളിയായി. ഹലോ ഗൈസ്, ഞങ്ങളിന്ന് കൊക്കോ ബ്ലൂയിലാണ്. അത് ശോഭനയാണ്, അതല്ല ഞങ്ങൾ കൊക്കോ ബ്ലൂ ഫുഡ് കഴിച്ചു. കൊക്കോ ബ്ലൂയിലായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഫുഡ്. ഞങ്ങൾ ചോറ് കഴിക്കാനാണ് വന്നത്, പക്ഷെ ചോറ് കഴിഞ്ഞു പോയി. കാരണം സമയം 4 മണിയായിരുന്നു. സോ ഞങ്ങൾ ഫ്രൈഡ് റൈസ് കഴിച്ചു. ഈ കടറുള്ളിൽ എല്ലാം നീല കളറിലാണ്, അതുകൊണ്ടാണ് ഇതിനെ ബ്ലൂ എന്ന് പേര് വന്നത്. അതുകൊണ്ട് ഞാൻ ഇവൻ്റെ ആണ് ഗൈസ് ഞങ്ങൾക്ക് വേണ്ടത്, പക്ഷെ അത് കിട്ടിയില്ല. ാണ് പാവം അമ്മു ചേച്ചീനെ നമ്മളിപ്പോൾ വിടും. യെസ്, എന്താ എൻ്റെ പേര്? അത് നാളെ സലൂണിൽ പോയിട്ട് തരികയാണെങ്കിലേ പൈസ മേടിച്ചോ? ഞാൻ മേടിക്കും, അല്ലാണ്ട് അയ്യോ വേണ്ട പറയാൻ പറ്റില്ല. പറയണ്ട.